ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയുടെ ഒരു കുഞ്ഞ് കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. കാരണം നമ്മൾ തിരുപ്പതിയിൽ നിന്ന് വീട്ടിൽ പോയിട്ടില്ല. നമ്മൾ നേരെ ഇനി കാളഹസ്തിയിലോട്ട് പോവാണ്. ശ്രീ കാളഹസ്തി എന്ന് പറയും ഈ അമ്പലം. അപ്പോൾ ഇത് നമ്മുടെ തിരുപ്പതിക്ക് അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയും സാമ്പാർ വടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല. ഉറക്കം 1-2 ദിവസമായിട്ട് നല്ല ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐതിഹ്യമുള്ള ഒരു അമ്പലമാണ് ശ്രീ കാളഹസ്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇതായി കണ്ടില്ലേ, നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ട് ഇനി ഞങ്ങൾക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 1 hour ദൂരം മാത്രമേ ഉള്ളൂ തിരുപ്പതിയിൽ നിന്ന്. അപ്പോൾ ഈ അമ്പലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ശിവലിംഗം വായുദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ശ്രീ കാളഹസ്തി എന്നുള്ള പേര് വരാൻ കാരണം ഇതിൻ്റെ അകത്ത് ശ്രീ എന്ന് പറയുന്നത് ഒരു ചിലന്തിയെയാണ് പറയുന്നത്. പിന്നെ കാല എന്ന് പറയുന്നത് ഒരു പാമ്പിനെ. പിന്നെ ഹസ്തി എന്ന് പറയുന്നത് ആനയാണ് കേട്ടോ. ഈ ചിലന്തിയും ആനയും പാമ്പും കൂടി ഭഗവാന് നടത്തിയ പൂജയുടെ, അതായത് യഥാവിധി പൂജയും കാര്യങ്ങളൊന്നും അറിയാതിരുന്നിട്ട് കൂടി ഭഗവാൻ ആ നിഷ്പക്ഷമായിട്ടുള്ള ആ ഭക്തിയിൽ പൂജ ചെയ്ത് സംരക്ഷിച്ചൊക്കെ പോയതിൻ്റെ കാരണത്താൽ ഭഗവാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് പ്രസാദിച്ച് അവർക്ക് മോക്ഷം കൊടുത്തിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ശ്രീ കാളഹസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാളഹസ്തിയിൽ കൂടി ഒഴുകുന്ന ഒരു നദിയുണ്ട്, സ്വർണ്ണമുഖി എന്ന് പറയുന്ന നദി. അവിടുന്ന് വെള്ളം തുമ്പിക്കൈയിലെടുത്തുകൊണ്ട് വന്നിട്ട് ആന എല്ലാ ദിവസവും ശിവന് അഭിഷേകം നടത്തുമായിരുന്നു. അതുപോലെ തന്നെ ചിലന്തി ശിവലിംഗത്തിന് ചുറ്റും വല കെട്ടി ഭഗവാനെ സംരക്ഷിച്ചു പോകുന്നു. അതുപോലെ തന്നെ അടുത്തത് പാമ്പ് മാണിക്യ കല്ലുകൾ കൊണ്ടുവന്ന് എന്നും ഭഗവാന് സമർപ്പിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് പൂജയൊന്നും അറിയാതിരുന്നിട്ട് പോലും ഇവരുടെ ആ ഒരു ഭക്തിയിൽ സംപ്രീതനായിട്ട് അവരെ അനുഗ്രഹിച്ച ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ അമ്പലം വളരെ പ്രസിദ്ധമായിട്ടുള്ളത് കാളസർപ്പദോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ രാഹു കേതു പൂജ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്താനും ഇവിടെ ആളുകൾ വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയ്ക്കെന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ 27 നക്ഷത്രങ്ങളും ഉണ്ടല്ലോ, ആ 27 നക്ഷത്രങ്ങൾക്കും അധിപനായിട്ടിരിക്കുകയാണ് ഭഗവാൻ ഇവിടെ. അതായത് രാഹു കേതു മുതലുള്ള നക്ഷത്രങ്ങളെ പോലും ഭരിക്കുന്നത് ഇവിടെ ഭഗവാനാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് പൂജ ചെയ്യുമ്പം നമുക്ക് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും എന്നാണ് പറയപ്പെടുന്നത്. പോയ വഴിനീളെ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിരുന്നു, വയലും കാര്യമൊക്കെ ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ പ്ലേസൊക്കെ. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കവാടം. ഈ കവാടത്തിനകത്തോട്ട് കയറുന്നതാണ് ശ്രീ കാളഹസ്തി. അപ്പം നമ്മളതാണ്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇതിവിടെ ഇങ്ങനെ പടിക്കെട്ടുകളും മലയുടെ മുകളിൽ അടുത്ത അമ്പലം. അപ്പം മല കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും കണ്ണിലൊക്കെ സ്റ്റാർ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ആയിരിക്കും അമ്പലം എന്ന്. പക്ഷേ അവിടെ അല്ല, ഇപ്പുറത്താണ് അമ്പലം. ഇപ്പം ഈ കാണുന്നത് എന്താണ്, അത് അവിടുത്തെ ഗോപുരമാണ് കേട്ടോ, അതല്ല അമ്പലം. അപ്പം ഈ കാണുന്നിടത്ത് ഞാൻ പോയില്ല. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയത് കാരണം നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. നേരെ അമ്പലത്തിൽ കയറിയിട്ട് തൊഴുതിട്ടിങ്ങ് ഇറങ്ങാമായിരുന്നു. വർക്കിംഗ് ഡേ ആണ്. അപ്പം മറ്റേ തിരുപ്പതിയിൽ കയറിയ ആൾക്കാർ തന്നെ ഇങ്ങോട്ടേക്കും വരും. ഇവിടെയും കൂടെ വന്ന് തൊഴുതിട്ടാണ് ആളുകളൊക്കെ പോകുന്നത്, ഭൂരിഭാഗം അങ്ങനെയാണ്. അപ്പം അവിടെ നിന്നുള്ള ആൾക്കാരും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റഷുള്ള അമ്പലമാണ് കേട്ടോ. തിരുപ്പതി പോലെ തന്നെ നല്ല തിരക്കുള്ള അമ്പലമാണ്. അങ്ങനെ തന്നെ നമ്മൾ വന്നപ്പം പാർക്കിങ്ങിനൊന്നും പ്ലേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാർക്കിങ്ങിനൊക്കെ നോക്കി പോയി കണ്ടുപിടിച്ച് പിന്നെ എങ്ങനെയൊക്കെയോ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇറങ്ങി അമ്പലത്തിലോട്ട്. അമ്പലത്തിൽ നമ്മൾ വന്ന് കാല് കുത്തുന്ന ഉടനെ നമ്മൾ പോലും കാണില്ല, നമ്മുടെ പുറകിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നമ്മുടെ തലയിൽ വേപ്പലയൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളവർക്ക് തട്ടത്തിൽ പൈസയൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വഴിക്ക് വെച്ചിട്ട് ഒരു ആൻറ്റിയെ കണ്ടു. അങ്ങനെ അവർ വന്നിട്ട് നെറ്റിയിൽ ഈ കുറിയൊക്കെ വെച്ച് തന്നു. അപ്പോൾ ഒരു കുറി വയ്ക്കുന്നതിന് 10 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ കുറിയൊക്കെ ഇട്ടു. അങ്ങനെ പിന്നെ നമ്മൾ കയറി ദർശനമൊക്കെ കഴിഞ്ഞു, അതൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല. അപ്പം ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ലഡു കിട്ടും ഇവിടെ. അപ്പോൾ അങ്ങനെ ലഡുവൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇനി തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട്
വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായ പൊള്ളുന്ന വെയിലായത് കാരണം ഒന്നിനും നിൽക്കാനും ഒന്നും പറ്റിയില്ല. എനിക്ക് അപ്പുറത്ത് കാണുന്ന ആ കുന്നിൻ്റെ മുകളിലെ അമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് വെയിൽ കാരണം നടന്നില്ല. അങ്ങനെ നമ്മൾ തിരികെ പോവാണ്. ഇതായിരുന്നു മെയിൻ ഗോപുരം. ഇതെനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചത്, നമ്മുടെ ഏറ്റുമാനൂരിരിക്കുന്ന ശരഭമൂർത്തി ഉണ്ടല്ലോ, നമ്മുടെ ഏറ്റുമാനൂരപ്പൻ്റെ ആ ഒരു ശില്പമൊക്കെ കൊത്തി വെച്ച രഥമായിരുന്നു, ഭഗവാൻ എഴുന്നള്ളിക്കുന്ന രഥത്തിനകത്ത്. അപ്പം അതെനിക്കൊരു വണ്ടറിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ നമ്മൾ തിരികെ പോവാണ്. തിരികെ പോയപ്പം താണ്ട് ഈ മലയുടെ മുകളിൽ ഈ അമ്പലം അടുത്തത്. എനിക്കിവിടെയും കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതും പറ്റിയില്ല. കാരണം കാളഹസ്തിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ വീട്ടിൽ പോകണം. അങ്ങനെ രാത്രി ഏറെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അങ്ങനെ ഒരു ബോഗൻ വില്ല ഒരു എഫക്റ്റിലുള്ള ഒരു ആംബിയൻസ് തരുന്ന ഒരു റിസോർട്ടിലാണ് കയറിയത്. അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ഫുള്ള് വെജാണ്, അതുകൊണ്ട് തന്നെ എല്ലാം വെജിറ്റേറിയൻ ഫുഡൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ തിരികെ പോവാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മളങ്ങനെ ഫൈനലി കേരളത്തിലോട്ട് കയറുകയാണ്. കയറിയപ്പോഴുണ്ട് ഈ ഒരു കട കണ്ടു. അപ്പോൾ ഇവിടെ നിറയെ ചട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് 2 ചട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. അപ്പോഴുണ്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അരയ്ക്കുന്ന കല്ല്, പിന്നെ അമ്മിക്കല്ല്, പിന്നെ ചട്ടികൾ, പിന്നെ പ്രതിമകൾ, പിന്നെ പെയിൻ്റ് അടിച്ച ഭരണികൾ, അല്ലാത്ത ഭരണി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. മണ്ണിൻ്റെ ഐറ്റംസൊക്കെ ശരിക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കണ്ണാടിക്കൊരു കളിപ്പാട്ടം കിട്ടി. ഇത് വെള്ളം ഒഴിച്ചിട്ട് ഈ തീറ്റിക്കകത്ത് ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ ഊരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കാളഹസ്തി വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ ബൈ ബൈ.